ഇതെൻ്റെ മൊബൈൽ ഫോണിലെ മെമ്മറി ഡീറ്റെയിൽസ് ആണ്. ഇതിൽ മഞ്ഞ നിറത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് അതർ ഫയലുകളാണ്. എൻ്റെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോയേക്കാളും വീഡിയോയേക്കാളും കൂടുതലാണ് ഈ അതർ ഫയലുകൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഏകദേശം 60 GB അതർ ഫയലുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ എത്ര തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ കളഞ്ഞാലും നമുക്ക് മെമ്മറി സ്പേസ് കൂടുതലായിട്ടൊന്നും കിട്ടില്ല. അപ്പം നമുക്ക് ഈ അതർ ഫയൽ എന്താണെന്ന് മനസ്സിലാകുന്നുമില്ല, കണ്ടെത്തിയിട്ട് കളയാനും സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെ സിസ്റ്റം ഡാറ്റ, ഡോക്യുമെൻറ്റ്സ്, ആപ്ലിക്കേഷൻ ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് GB നിങ്ങളുടെ ഫോൺ തന്നെ യൂസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഒരുപാട് ഫയലുകൾ ഹൈഡായി കിടക്കുന്നുണ്ട്. നമ്മൾ എത്ര കാലം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റോറേജ് ഇതുപോലെ ഫുള്ളായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഹൈഡായി കിടക്കുന്ന അതർ ഫയലുകൾ കണ്ടെത്തി കളയാനും വലിയൊരു മെമ്മറി സ്പേസ് നമുക്ക് മൊബൈലിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, ഇത് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് QR കോഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പെർമിഷൻ കൊടുക്കേണ്ട ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മുന്നിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനിപ്പോൾ 2 പെർമിഷൻ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ചില ഫോണുകളിൽ 3ഉം 4ഉം ഒക്കെ നിങ്ങളുടെ ഫോണിൻ്റെ കമ്പനി അനുസരിച്ച് പെർമിഷൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ്റെ പെർമിഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫയൽ ആക്സസ് കൊടുക്കാനുള്ള പെർമിഷനാണ്. അത് ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷൻ അങ്ങ് അലോ കൊടുക്കുക. ഇനി പിറകോട്ടേക്ക് വരിക, എന്നിട്ട് രണ്ടാമത്തതും പെർമിഷൻ കൊടുക്കാൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തുക. ജസ്റ്റ് ഇതുപോലെ ബട്ടൺ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷൻ അങ്ങ് കൊടുക്കുക. നിങ്ങൾക്ക് 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണവും പെർമിഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് മൊത്തമായിട്ട് എക്സിറ്റ് പോകുക. എന്നിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വളരെ ചെറിയൊരു സമയം കാത്തിരുന്നാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ലോഡാകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 118 GB യൂസ് ചെയ്തതിൽ 65 GBയും അതർ ഫയലാണ്. എൻ്റെ മറ്റുള്ള ഫയലുകൾ വീഡിയോയും ഫോട്ടോ ഒക്കെ അതിലും കുറവാണ്. അതായത് ഏറ്റവും കൂടുതലുള്ളത് അതർ ഫയലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറഞ്ഞു തരാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെമ്മറി സ്പേസ് ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫോണിലിരിക്കുന്ന ക്യാഷെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് ഡയറക്റ്റ് തന്നെ എല്ലാ ക്യാഷയും ഒരുമിച്ച് കളയേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫയലുകളും ഒരുമിച്ച് കാണേണ്ടതും അതുപോലെ തന്നെ വേറെയും ഓപ്ഷൻ ഉണ്ട്. ഓരോ വലിയ ഫയൽ കണ്ടെത്തിയിട്ട് അത് മാത്രം കളയേണ്ട ഓപ്ഷനും ഒരുപാട് എണ്ണം ഇതിലുണ്ട്. അതൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു തരാം. ഇനി ഇവിടെ വ്യൂ ഓൾ അടിച്ച് കഴിഞ്ഞാൽ അതർ ഫയൽ, വീഡിയോ, ഇമേജ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഹൈഡ് ചെയ്തതും ലോക്ക് ചെയ്തതുമായ എല്ലാ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് സ്വകാര്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ഇനി ഞാൻ ആദ്യം അതർ ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വലിയ വലിയ ഫയലുകൾ ആദ്യം ഉണ്ടാവും. 52 GB ഉള്ള ഒരു MP4 ടെമ്പ് ഫയൽ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 12.21 GB ഉള്ള ഫയൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ഫയലുകൾ ഇതിനകത്ത് കാണാം. ഇത് എടിപിടി എന്ന് പറഞ്ഞ് എടുത്ത് കളയരുത്. കാരണം നമ്മൾ ചിലപ്പോൾ ലോക്ക് ചെയ്ത് വെച്ച ഫയലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഡാറ്റയൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും വേണ്ട, മെമ്മറി തിരിച്ച് കിട്ടിയാൽ മതിയെങ്കിൽ ഇതൊക്കെ എടുത്ത് കളഞ്ഞോളൂ. നിങ്ങൾ എന്തായാലും സിസ്റ്റം ഫയൽ ഇതിനകത്ത് കിടക്കില്ല. അല്ലാത്ത നമ്മുടെ ഉപയോഗിച്ച് വന്ന ഒരുപാട് ഫയലുകൾ ഇതിനകത്തുണ്ടാവും. ഇതിൽ നിന്ന് കളയുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻ്റെ എല്ലാം ഡാറ്റ പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇത്തരം ഫയലുകൾ കളയാൻ പാടില്ല. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് മുകളിൽ നിന്ന് തന്നെ കാറ്റഗറി മാറ്റാൻ സാധിക്കുന്നതാണ്. ഫോട്ടോ, വീഡിയോ ഒക്കെയാണ് കളയേണ്ടതെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കളയാം. ഇതുപോലെ ഫയൽ മാനേജറിൻ്റെ അകത്ത് പോയിട്ട് കളയാം. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് കളയണമെങ്കിൽ ജസ്റ്റ് അത് പ്രസ് ചെയ്ത് പിടിച്ച് കളഞ്ഞാൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 3ഉം 2ഉം 8ഉം ഒക്കെ GB ഉള്ള ഫയലുകളുണ്ട്. ഇതൊക്കെ പല ഫയലുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് പേജിലെ ലാസ്റ്റത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെമ്പററി ഫയലിൻ്റെ ഓപ്ഷൻ കിട്ടും. ഇതിൽ നിങ്ങൾക്ക് കാണാം 3 GB, 2 GB, 1 GB ഒക്കെയുള്ള ടെമ്പററി ഫയൽ എൻ്റെ ഇതിൽ കുറേ ഉണ്ട്. നമുക്കതൊക്കെ ഈ കോളത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് കളയാൻ പറ്റും. 2-3 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം 7 GB ആയിട്ടുണ്ടത്. ഇങ്ങനെയും നമുക്ക് കളയാൻ പറ്റും. പക്ഷേ കളയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. അതായത് നിങ്ങൾക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇതൊന്നും കളയാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് കളഞ്ഞിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഓരോ തവണയും നോക്കിയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ നോക്കിയിട്ട് കളയുക. ഞാനൊരു ഗ്യാരണ്ടിയും തരില്ല ഇതൊക്കെ കളഞ്ഞാൽ നിങ്ങളുടെ ഇത് ഒന്നും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറയില്ല. ഇതൊക്കെ ടെമ്പററി ഫയലുകളാണ്. പക്ഷേ കളഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെയൊക്കെ ഡാറ്റ പോകാൻ സാധ്യതയുണ്ട്.
ഇനി ഏറ്റവും കൂടുതൽ മെമ്മറി സ്പേസ് ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ലിസ്റ്റിൽ ഫോട്ടോ റൂമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ മെമ്മറി സ്പേസ് ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞാനത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആപ്പ് ഇൻഫോയിലേക്ക് പോകും. എന്നിട്ട് സ്റ്റോറേജ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഡാറ്റ ക്ലിയർ ചെയ്താൽ പ്രശ്നമില്ലെങ്കിൽ, ഇപ്പോൾ ഫോട്ടോ റൂമൊക്കെ ഫോട്ടോ എഡിറ്ററാണ്, ഡാറ്റ എനിക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ വലിയൊരു GB തന്നെ എനിക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ ഡാറ്റ ക്ലിയർ ചെയ്ത് കൊടുക്കാം. കാരണം ഒരുപാട് ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈസും എത്ര ഇത് യൂസ് ചെയ്യുന്നതൊക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഫേസ്ബുക്ക് പോലെയുള്ള ആപ്ലിക്കേഷൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്യരുത്. അപ്പോൾ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾ ഫേസ്ബുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. അപ്പോൾ പാസ്വേഡൊക്കെ അറിയുന്നവർക്ക് പ്രശ്നമല്ല. പാസ്വേഡൊന്നും ഓർമ്മയില്ലാത്തവർ ക്യാഷെ മാത്രമേ ഇത്തരം ആപ്ലിക്കേഷൻ്റെ കളയാൻ പാടുള്ളൂ. അല്ലാത്ത ആപ്ലിക്കേഷൻ്റെയൊക്കെ ഡാറ്റ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇത്തരം ആപ്ലിക്കേഷൻ്റെ ക്യാഷെ മാത്രം നിങ്ങൾ ക്ലിയർ ചെയ്യാം. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ക്യാഷെ മൊത്തമായിട്ട് കളയേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിയർ ക്യാഷെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ക്യാഷയും ഒരുമിച്ച് പോകുന്നതാണ്. ഏകദേശം 2 GB എനിക്ക് ഇപ്പം തന്നെ മെമ്മറി സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ഫയലുകളും കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് വേണമെന്നത് ഒഴിവാക്കിയിട്ട് വേണ്ടാത്തത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്തുള്ളത്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് നിരവധി ഫീച്ചറുകളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് പറഞ്ഞു തരേണ്ടത് എന്ന് പോലും കൺഫ്യൂഷനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതായ QR കോഡ് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി. ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് google.com എന്ന ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് വലതുഭാഗത്തായിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയും ക്യാമറയും ഒക്കെ ഓപ്പൺ ആകുന്നതാണ്. ഇനി നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾ സേവ് ചെയ്തെടുത്തതോ അല്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതോ ആയിട്ടുള്ള QR കോഡ് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത് നടുവിലായിട്ടൊരു ലിങ്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ്. ഈ വെബ് പേജ് വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.